ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്നൊരു സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഈ വ്ലോഗിന് സ്റ്റാർട്ടിംഗും ഇല്ല എൻഡിങ്ങും ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ടൊന്ന് മണർകാട് പള്ളി വരെ പോകാനുണ്ട്. മണർകാട് പള്ളി പോലെ തന്നെ വെച്ചൂര് പള്ളിയിൽ ഇപ്പൊ മാതാവിന്റെ പെരുന്നാൾ സീസൺ ആണ് കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് വെച്ചൂര് പള്ളിയിലേക്കാണ് സ്റ്റാർട്ടിങ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. സൂചി കുത്താൻ പോലെ ഇടവില്ല, അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ തങ്ങാതെ ഞങ്ങൾ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് നേർച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറിട്ടാ. അങ്ങനെ ഞങ്ങൾ ഫൈനലി മണർകാട് പള്ളിയിൽ എത്തിയിട്ടാ. ഇവിടെയും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അകത്ത് പുറത്തും ഒക്കെ ആളുകളാണ്. എനിക്ക് തോന്നുന്നു പകലിനേക്കാളും കൂടുതൽ രാത്രി ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ നേർച്ചിടുന്ന സമയത്ത് വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് നേർച്ചിട്ട് പോരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പള്ളിയുടെ തന്നെ നേർച്ചിക്കുളം എന്ന് പറയുന്നത്. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആയിട്ട് പ്രത്യേകം കുളം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യും. അവിടുത്തെ പ്രാർത്ഥിക്കലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫീമെയിൽസിന്റെ കുളത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ ദിവസം പേടിയാണ് ഞങ്ങൾ അവിടെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കുളത്തിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേർച്ച പൈസയൊക്കെ ഈ വെള്ളത്തിൽ കിടക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടാ. അപ്പൊ അതൊരു വിശ്വാസമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി.